ഗുഡ് മോർണിംഗ് എവരും പ്രേസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ സകല ഏരിയയിൽ നമ്മൾ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം എന്നാണല്ലോ. നമ്മുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെട്ടതായിരിക്കും. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതം, അവരുടെ ഹയർ സ്റ്റഡീസ്, നമ്മളുടെ ജോബ്, നമ്മളുടെ കുടുംബം, നമ്മുടെ ഫാമിലിയിൽപ്പെട്ടവർ കാര്യം അങ്ങനെ എല്ലാ ഏരിയയിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളവരാണ് നമ്മൾ എല്ലാവരും. അതിലൊരു തെറ്റുമില്ല അല്ലെ. ദൈവത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മളെ പറ്റിയുള്ള ആഗ്രഹം നമ്മുടെ ആത്മാവ് പ്രോസ്പെറസ് ആവുന്നതനുസരിച്ച് അല്ലെ, നമ്മളുടെ സകല നമ്മുടെ ജീവിതത്തെ സകല ഏരിയയും പ്രോസ്പെറസ് ആയിരിക്കണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം എന്നുള്ളതിന്റെ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക എന്നുള്ളതിന്റെ, അല്ലെങ്കിൽ എന്താ പറയുക, ഭാഗ്യവാന്മാർ എന്നുള്ളതിന്റെയൊക്കെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക എന്നുള്ള ഡെഫിനിഷനേക്കാളും ഒരുപാട് വ്യത്യാസമാണ്. രാവും പകലും പോലെ വ്യത്യാസമാണ് ഉള്ളത് അല്ലെ. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നുണ്ട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നു ദാരിദ്ര്യം എന്നുള്ളത്, നമ്മൾക്കറിയാവുന്ന ഒരു ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് വരുന്ന ദാരിദ്ര്യം അല്ലെ. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ അത് മോശപ്പെട്ട കാര്യമാണ്. ആ വാക്ക് തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യമാണല്ലോ. അതാണ് നമ്മളുടെ എന്താ പറയുക ഒരു അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ദൈവം പറയുന്നത് ആത്മാവിൽ എന്താ പറയുക ദാരിദ്ര്യം അനുഭവിക്കുന്ന വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, കാരണം അവരുടേതാണ് സ്വർഗത്തിന്റെ രാജ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംസാരിക്കാം. കർത്താവെ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങനെ പോലെ ഒരു ദൈവമില്ല. കർത്താവെ, രാജാതിരാജാവെ, ഞങ്ങളെ സ്വീകരിച്ചതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് തിരിച്ചു വരുന്നു ഞങ്ങൾക്ക് വേണ്ടി. കർത്താവ്, സയോണിൽ നിന്ന് അങ്ങ് രാജ്യം ഭരിക്കും, അതിനായിട്ട് അങ്ങ് തിരിച്ചു വരുന്നു. കർത്താവെ, താങ്ക് യു ജീസസ്. ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് മുദ്രയിട്ടേ നന്ദി പറയുന്നു. കർത്താവെ, ആത്മാവ് ദരിദ്രരായിരിക്കട്ടെ ഞങ്ങൾ എപ്പോഴും. കാരണം കർത്താവ്, ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് വരുന്നില്ല. യേശു നാമത്തിന് ആമേൻ. പിതാവെ, ഞങ്ങളുടെ സ്നേഹത്തെ നന്ദി. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ ഡയറക്ഷൻ ചെയ്യുന്നതിന് നന്ദി പറഞ്ഞു. യേശു നാമത്തിന് ആമേൻ. അപ്പൊ നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം എന്ന് വായിക്കും. 5-ാമത്തെ ചാപ്റ്റർ, 5ഉം 6ഉം 7ഉം ചാപ്റ്ററുകൾ പ്രഭാഷണം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്ന സെർമൺ ഓൺ ദ മൗണ്ടൻ അല്ലെ. അപ്പൊ അതിന്റെ 5ാമത്തെ ചാപ്റ്റർ 3 തൊട്ട് 10 വരെയുള്ള വാക്കുകൾ നമുക്ക് ഇങ്ങനെ പറയുന്നത് ബിയാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ടവ, ഭാഗ്യവാന്മാർ അല്ലെ. ഭാഗ്യവാന്മാർ എന്നുള്ള വാക്കാണ് മലയാളം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവർ അല്ലെ, ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ളത്, അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞപ്പോ 3ാമത്തെ വാക്കാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. മത്തായി സുവിശേഷന്റെ 5ാമത്തെ ചാപ്റ്ററിന്റെ 3ാമത്തെ വാക്കും 10ാമത്തെ വാക്കും, അതിന്റെ ഇടയിലുള്ള വാക്കുകൾ നിങ്ങളൊന്ന് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആത്മാവിൽ. അപ്പൊ അതിനു മുമ്പ് 1-2 വാക്ക് വായിക്കുവാണെങ്കിൽ, അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൻ തിരുവായി മൊഴിഞ്ഞു അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ. അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാല്, അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു എന്ന് പറയുമ്പോൾ, ഇരുന്ന ശേഷം എന്തിനാണ് ബൈബിൾ അങ്ങനെ ഇരുന്ന ശേഷം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് കൃത്യമായിട്ട് അല്ലെ. യേശു എന്താണ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് എന്തിനാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇരുന്നതിനെ പറ്റി സംസാരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, രാജാക്കന്മാരാണ് ഇരിക്കുന്നത് അല്ലെ, സാധാരണ പ്രജകളല്ല ഇരിക്കുന്നത്, രാജാവാണ് ഇരിക്കുന്നത്. രാജാവ് ഇരുന്നതിന് ശേഷമേ സംസാരിക്കത്തുള്ളൂ. രാജാവ് നിന്നുകൊണ്ട് സംസാരിക്കത്തില്ല, ഇരുന്നുകൊണ്ട് സംസാരിക്കും. അപ്പൊ നമ്മളെ ഇപ്പൊ നമ്മുടെ ഒരു രാജ്യത്തിന്റെ കാര്യമൊക്കെ വെച്ച് നോക്കുമ്പോ, എന്താ പറയുക, പ്രസിഡന്റുമാര് അല്ലെ, പ്രൈം മിനിസ്റ്റർമാര് അല്ലെ, അവർ ഇരുന്നുകൊണ്ട് സംസാരിക്കും അല്ലെ. ബാക്കിയുള്ളവരൊക്കെ അവർ മുമ്പിൽ പോയി നിൽക്കുന്നത് എങ്ങനെയാ, അവർ സീറ്റ് തന്നെ നമ്മളിരിക്കും. മിക്കവാറും തന്നെ സീറ്റ് തരത്തില്ല, നമ്മളിങ്ങനെ നിന്നുകൊണ്ട് കേൾക്കും കാര്യങ്ങൾ അല്ലെ. ഇവിടെ യേശു രാജാവാണ്. പിലാത്തോസിനോട് അങ്ങനെയല്ലേ പറഞ്ഞു, ഞാൻ രാജാവാണ്, ഇസ്രായേലിന്റെ രാജാവാണെന്ന് ചോദിച്ചപ്പോൾ അതെ, ഞാൻ ജൂതന്മാരുടെ രാജാവാണെന്ന് ചോദിച്ചപ്പോൾ അതെ, രാജാവാണ് അല്ലെ. അപ്പൊ യേശു ഇവിടെ ഇരിക്കുവാണ്, എന്നിട്ട് സംസാരിക്കുവാണ്. അപ്പൊ 3ാമത്തെ വാക്കിനെ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ് അല്ലെ. താഴേക്ക് വരുന്നുണ്ട്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അപ്പൊ 3ാമത്തെ വാക്കിനെ പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. 10ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് ആകുന്നു. അപ്പൊ ആ 2 വാക്കുകളെ പറ്റിയാണ് എനിക്കിത് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. 1ാമത്തെ കാര്യം പറഞ്ഞാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അപ്പൊ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം എന്നുള്ളതിന്
മനുഷ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം എന്നുള്ളതിന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഒരു ഡെഫിനേഷനോ ഉള്ളത്. കുറെ പണമുണ്ടെങ്കിൽ, അല്ലെ, കുറെ പേര് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഗൾഫിലാണെങ്കിൽ UK പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുറെ അധികം പണമൊക്കെ ഉണ്ടെങ്കിൽ കുറെ നല്ല വീടും കുറെ കാറുകളും കുറെ ബാങ്ക് ബാലൻസും ബിസിനസ്സും, അപ്പൊ അതെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതാണ് പൊതുവേ ഉള്ള ഒരു ഒരു എന്താ പറയുക, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ലോകത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങള് ഒന്നെങ്കിൽ ദൈവത്തിൽ നിന്ന് വരാം, അതല്ലെങ്കിൽ പിശാചിൽ നിന്ന് വരാം എന്ന് ഞാൻ പറഞ്ഞൊരു എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുവിനെ പരീക്ഷിക്കുന്ന സമയത്ത്, പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത്, പ്രലോഭനത്തിൽ അകപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് എന്താ പറയാ, പിശാച് എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എന്റെ മുമ്പിൽ നീ ഒന്ന് എന്നെ വർഷിപ്പ് ചെയ്യുവാണെങ്കിൽ ഈ ലോകത്തിൽ കാണുന്ന സകലം നിനക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. യേശു ക്രിസ്തുവിനോട് പറഞ്ഞ വാക്കുകളെന്ന് വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരെ മനുഷ്യരെ വെറുതെ വിടുവോ പിശാചല്ലേ? അപ്പൊ യേശു മുട്ടുകുത്തുവാണെങ്കിൽ, പിശാചിന് മുമ്പിൽ മുട്ടുകുത്തുവാണെങ്കിൽ, വർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ യേശുവിന് കൊടുക്കുമെന്ന് പറയുന്ന കാര്യങ്ങള് പലരും പിശാചിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നുണ്ടല്ലോ നമ്മുടെ ലോകത്ത്, നമുക്കറിയാവുന്ന കാര്യമാണ്. അവരെ പോലും അറിയുന്നില്ല, അല്ലെ? യേശുവിന്റെ ഒപ്പമല്ല ആൾക്കാരെങ്കില് ഓട്ടോമാറ്റിക്കലി പിശാചിന്റെ അടുത്തായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആത്മീയ മണ്ഡലം എന്ന് പറഞ്ഞുള്ള ഒരൊറ്റ ആത്മീയ മണ്ഡലമേ ഉള്ളൂ. അവിടെ ഒരു ദൈവമേ ഉള്ളൂ, അല്ലെ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഒറ്റ ദൈവം ഉള്ളൂ. ബാക്കി വരുന്ന എന്താ പറഞ്ഞ ഏഞ്ചലുകളും ബാക്കി പ്രിൻസിപ്പാലിറ്റീസും പവേഴ്സ് എല്ലാ കാര്യങ്ങളും, അല്ലെ? അതിൽ 3-4 താഴെ പോയ പിശാചിൻ ടീമും. അപ്പൊ അവരെല്ലാം വരുന്ന ആത്മീയ മണ്ഡലം ഒന്നേ ഉള്ളൂ. ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അല്ലെ? അപ്പൊ നമ്മളെ യേശുവിന്റെ ഒപ്പമല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി സൈത്തന്റെ സൈഡിലായിരിക്കും പോകുന്നത്. നമ്മൾ യേശുവിനെ അല്ല വർഷിപ്പ് ചെയ്യുന്നെങ്കിൽ, യേശുവിനെ അല്ല ആരാധിക്കുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ സൈത്തന്റെ സൈഡിലായിരിക്കും പോകും. നമ്മൾ പോലും മനുഷ്യവർഗം അറിയുന്നില്ല എന്നുള്ളത്. മനുഷ്യവർഗത്തിന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ മൂടി വെച്ചിരിക്കുന്നു, അല്ലെ? അത് നിങ്ങൾ കൊരിന്ത്യർക്ക് ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പോൾ വഴി ദൈവം പറഞ്ഞിരിക്കുന്ന, മനുഷ്യന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ മൂടി വെച്ചിരിക്കുകയാണ് പിശാച്, എന്താണ് സത്യമെന്ന് അറിയാതെ ഇരിക്കുന്നതിന് വേണ്ടി, അല്ലെ? അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യമാർ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ പറ്റും, സമാധാനം ആഗ്രഹിക്കുന്നവർ, സമാധാനപ്രിയർ എന്താ പറയുന്നത്, ഭാഗ്യവാന്മാരാന്ന് പറഞ്ഞിരിക്കുന്നു. നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാന്മാരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയും. അപ്പൊ ദൈവത്തിന്റെ ഡെഫിനിഷൻ, ഭാഗ്യവാൻ എന്നുള്ള ഡെഫിനിഷൻ ഒരുപാട് ഡിഫറെന്റ് ആണ്, അല്ലെ? ഈ ലോകത്തിൽ കാണുന്ന ഒരു ഡെഫിനിഷൻ അല്ല. ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, ആത്മാവിൽ ദരിദ്രരായിരിക്കും ഭാഗ്യവാന്മാർ. അതെന്തുകൊണ്ടാണ് ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാൻ എന്ന് പറയുന്നത്? അപ്പൊ ദാരിദ്ര്യം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്കറിയാം, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഇല്ലാഴിക എന്നുള്ള ഒരവസ്ഥയാണ്, അല്ലെ? നമ്മള് പലരും ജീവിതത്തില് ചെറുപ്പത്തിലൊക്കെ ആയിരുന്നപ്പോ ഒരുപാട് ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോയ ആൾക്കാരുണ്ട്. ഇപ്പോഴും ഒരുപാട് ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമുക്ക് എപ്പോഴും ഒരു ആവശ്യമാണ്, അല്ലെ? ഭക്ഷണത്തിന് വേണ്ടി നല്ല ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം, നല്ല ഡ്രസ്സ് ഇടാനുള്ള ഒരു ആഗ്രഹം, അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹം, നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം, അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹം, ഈ ആവശ്യത്തിലുള്ള രൂപ ഉണ്ടായിരുന്നുള്ള ആഗ്രഹം, ഒരു ആഗ്രഹമാണ് എപ്പോഴും. അവിടെ ഒരു ഒരു നെസസിറ്റി ഉണ്ട്, ഒരു ആവശ്യമുണ്ട്, അല്ലെ? ആഗ്രഹം തന്നെ ആവശ്യമുണ്ട്, എപ്പോഴും എംപ്റ്റി ആയിരിക്കും, ഒരു ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾക്ക് ഈ എന്താ പറയുക, ഒരു ദരിദ്രരായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ കാര്യം ഓർത്ത് വെക്കുക. അവർക്ക് ആരെങ്കിലും മാസം കുറച്ച് രൂപ കൊടുക്കുന്ന അവർക്ക് കാര്യം വാങ്ങിക്കാനുള്ളത് അല്ലെങ്കിൽ ഡ്രസ്സ് വാങ്ങിക്കാനുള്ള രൂപ കൊടുക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർ മാനസികമായിട്ട് ആ വ്യക്തിയുമായിട്ട് അടുക്കും, അല്ലെ? അങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സിലേക്ക്, അല്ലെ, നമ്മൾ അടുക്കുകയും തന്നെ ചെയ്യും. ഇപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൽ ദരിദ്രരാണെങ്കിൽ ആത്മാവിന്റെ ദാരിദ്ര്യത്തെ മാറ്റാൻ പറ്റുന്ന ആ സോഴ്സിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്തിരിക്കും, അല്ലെ? അപ്പോ ഇനി നമുക്കൊരു കാര്യം വിചാരിക്കണം, ഒരു വ്യക്തി എന്നുള്ളത് 3 പാർട്ടാണ്, അല്ലെ? നമ്മളിങ്ങനെ നമ്മൾ കാണുന്ന നമ്മുടെ ശരീരമല്ല വ്യക്തി എന്നുള്ളത്, അല്ലെ? നമ്മളൊരു ആത്മാവാണ്, നമുക്കൊരു പ്രാണനുണ്ട്, നമ്മൾക്കൊരു ശരീരമുണ്ടല്ലോ. ആത്മാവും എന്താ പറയുന്നത്, സ്പിരിറ്റും
സോളും ബോഡിയും ഉണ്ട് അല്ലെ നമ്മൾക്ക്. അപ്പൊ പിശാചിന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം എവിടെ വരെ വെച്ചാൽ സോൾ ലെവൽ മാത്രം, നമ്മുടെ പ്രാണന്റെ ലെവലിൽ മാത്രമേ പിശാചിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി വരുന്ന അത് ഇന്നർമോസ്റ്റ് ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് നമ്മുടെ ആത്മാവ്. ആ ആത്മാവ് അത് കണക്റ്റഡ് ആയിരിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ ആത്മാവ് കണക്റ്റഡ് ആയിരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ടായിരിക്കും. അപ്പൊ ആ ഹോളി സ്പിരിറ്റ് ഗോഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കും. പിതാവ് ദൈവം, നമ്മുടെ ദൈവം യേശു നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആത്മാവിലേക്കായിരിക്കും. ഹോളി സ്പിരിറ്റ് ഗോഡ് വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളോട് സംസാരിക്കുക. പിശാചിന് അവിടെ എത്തിപ്പെടാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിന്റെ കാര്യങ്ങൾക്കൊന്നും നമ്മൾ വിചാരിച്ചില്ലെങ്കിൽ നമ്മുടെ ആത്മാവിൽ എത്തിപ്പെടാൻ സാധിക്കത്തില്ല. നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പാപത്തിലായിരിക്കുമ്പോൾ നമ്മുടെ നമുക്കറിയാം ആദവും ഈവും അല്ല ഹവായും ആടും പാപം ചെയ്തപ്പോ അവര് ആത്മാവ് എന്താ പറയാ വീണു പോയിരുന്നു. അപ്പൊ കാരണം പാപമുള്ളപ്പോ നമ്മുടെ ആത്മാവിനെ അത് ബാധിക്കും. പക്ഷെ നമ്മൾ പാപം ചെയ്ത് നമ്മൾ യേശുവിന്റെ ഒപ്പം ആണെങ്കിൽ നമ്മൾ പാപം ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, പക്ഷെ അബദ്ധത്തിൽ എങ്ങാനും പാപം ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തു പോയെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് ദൈവത്തിലേക്ക് വരും. പിന്നെ നമ്മുടെ ആത്മാവ് ജീവിക്കുന്ന ആത്മാവാണ് അല്ലെ. അപ്പൊ നമ്മള് തെറ്റ് ചെയ്യണം എന്ന് മനഃപൂർവ്വം തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ തെറ്റിലാകപ്പെടുക അല്ലെ. അങ്ങനെയൊക്കെ അത് അത് പിന്നെ മനസ്സിലാക്കി കഴിയുമ്പോ അത് ദൈവത്തോട് ക്ഷമ ചോദിച്ച് റിപ്പന്റ് ചെയ്യാൻ തിരിച്ചു വരികയൊക്കെ ചെയ്യാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആത്മാവിനെ അഫക്റ്റ് ആകുന്നത് അല്ലെ. നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും പിന്നെ നമ്മുടെ പ്രാണനെ സോളിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവുമായിട്ട് സംസാരിക്കുന്ന ഹോളി സ്പിരിറ്റ് ഗോഡാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ പ്രാണന് അല്ലെ സോറി പ്രാണനല്ല ആത്മാവിന് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അപ്പൊ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ, ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. ദൈവം തന്റെ വചനം വഴി നാം സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ ഉള്ളൂ നമ്മുടെ ആത്മാവിന്റെ ദാഹത്തെ തീർക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ എത്ര ക്രിസ്ത്യൻ ലിറ്ററേച്ചർ എടുത്ത് വായിച്ചെന്ന് പറഞ്ഞാലും എത്ര യൂട്യൂബ് വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ വചനത്തിന് പറഞ്ഞാല് ദൈവത്തിന്റെ വചനം ആത്മാവാണ്, ജീവനാണ്. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലായിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ ദൈവം നമ്മളിൽ ഉള്ളിലേക്ക് ജീവൻ വരും അല്ലെ. ജീവൻ ഇടുക ചെയ്യുന്നത്. കാരണം ദൈവത്തിന്റെ വചനം എന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാല് യേശുക്രിസ്തു തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തിന്റെ ഒപ്പമായിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഒപ്പമായിരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും കൂടുതലുള്ള അനുഗ്രഹം അല്ലെ. നമ്മൾ കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ ഈ കാറും ബംഗ്ലാവും കാര്യങ്ങളും ഉറപ്പാണോ അതൊന്നും അല്ല അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ. കാരണം അതൊക്കെ പോകുന്നതാണ് അല്ലെ. ഈ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ്. അതൊന്നും സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഈ ലോകവും ആകാശവും ഈ ഭൂമിയും ആകാശവും ദൈവം മാറ്റുമ്പോൾ ആ കാറും ബംഗ്ലാവിനെ എല്ലാം എടുത്ത് ദൈവം തൂറോട്ട് കളയുന്ന ദിവസം വരും. പക്ഷെ നമ്മൾ യേശുവിന്റെ ഒപ്പമായിരിക്കുമ്പോൾ യേശുവിന്റെ ഒപ്പം നമ്മൾ സഹവസിക്കുമ്പോൾ അല്ലെ ദൈവത്തിന്റെ ഒപ്പമായിരിക്കുമ്പോൾ അത് ഒരിക്കലും ദൈവം എടുത്ത് മാറ്റിക്കളയത്തില്ല അല്ലെ. ദൈവത്തിന്റെ ചിറകിന്റെ കീഴിലായിരിക്കുന്ന ഒരു വ്യക്തികളെ ചവിട്ടി പുറത്താക്കത്തില്ലേ ദൈവം ഒരിക്കൽ പോലും അല്ലെ. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ എപ്പോഴും. അതാണ് ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ നമ്മളല്ലേ. അതിന്റെ ദൈവത്തിന്റെ ചിറകിന്റെ കീഴിൽ നിന്ന് പുറത്ത് വരാത്ത വ്യക്തികളായിരിക്കട്ടെ. അപ്പൊ അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൽ ദാരിദ്ര്യമുള്ളവനാകുമ്പോ നിങ്ങൾ എപ്പോഴും ആ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി ആ സോഴ്സിലേക്ക് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും അല്ലെ. നമുക്ക് കിട്ടുന്നിടത്ത് വെള്ളം ദാഹിച്ചിരിക്കുമ്പോ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നെങ്കിൽ ആ വെള്ളം കുടിക്കുന്നതിന്റെ പൈപ്പിലേക്ക് നമ്മൾ എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. ചൂടുകാലത്തൊക്കെ നമുക്കറിയാം നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമാണ് അല്ലെ. കാരണം നമ്മുടെ ശരീരത്തിന് വെള്ളത്തിന്റെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മള് വിശക്കുമ്പോൾ നമ്മൾ ഫുഡ് തിരക്കി പോകുന്ന പോലെ നമ്മുടെ ആത്മാവിന് ദാരിദ്ര്യമുള്ളപ്പോ അത് ആത്മാവിനെ തണുപ്പിക്കാൻ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ സ്ഥലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ് അല്ലെ. ദൈവത്തിന്റെ അടുത്തായിരിക്കും. ദൈവത്തെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിന്റെ സാമീപ്യമാണ് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ അല്ലെ. നമുക്കറിയാം ഡേവിഡ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ പ്രസൻസ് 16ാമത്തെ സങ്കീർത്തനത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ പ്രസൻസിൽ ആനന്ദത്തിന്റെ മൂർദ്ധക്യമായിട്ടുള്ള അവസ്ഥയുള്ളത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഡേവിഡ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, വരണ്ടുണങ്ങിയിരിക്കുന്ന മരുഭൂമിയിലായിരുന്ന സമയത്തും ഡേവിഡ് വെള്ളത്തിന് വേണ്ടി തിരക്കാൻ ദൈവത്തിന് വേണ്ടി തിരക്കിയിരുന്ന കാര്യം ഇതാ. കാരണം എന്ന് വെച്ചാല് ആത്മാവിൽ ദാരിദ്ര്യമായിരുന്നു ഡേവിഡിനല്ലേ. എനിക്ക് ദൈവത്തെ കിട്ടിയേ പറ്റൂ, ദൈവം എന്നാണ് ഞാൻ വന്ന് കാണുന്നത്, അങ്ങനെ ഒരു കരച്ചില് സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിലുള്ള ഉള്ളിലുണ്ടായത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് ദാരിദ്ര്യമുള്ള ഒരു ആത്മാവാണ് അല്ലെ.
അപ്പൊ നമ്മൾക്ക് ദൈവമില്ലാതെ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവമില്ലാതെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ദൈവത്തിന്റെ അടുത്ത് ഇരുന്നാൽ മതി, ആ ഫയർ ഓഫ് ഗോഡ് അല്ലേ, ദൈവത്തിന് ആ തീ നമ്മുടെ ഉള്ളിലുള്ളപ്പോ എനിക്ക് ദൈവത്തിന്റെ അടുത്ത് പോയേ പറ്റത്തുള്ളൂ, എനിക്ക് ദൈവത്തിന്റെ ഒപ്പം ഇരുന്നേ പറ്റുള്ളൂ, എനിക്ക് വചനം വായിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു മാനസികാവസ്ഥയുള്ള വ്യക്തികള് വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. കാരണം അവരുടെ ഡിപ്പെൻഡൻസി മൊത്തം ദൈവത്തിലായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയല്ലേ പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കത്തില്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കൊണ്ടാണ് ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ വാക്ക് കിട്ടാൻ വേണ്ടി അവന്റെ അടുത്ത് അവന്റെ വായുടെ എന്താ പറയുക ചോട്ടില് പോയി ഇരിക്കണം അല്ലെ, കിട്ടാൻ വേണ്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ അന്നത്തേക്കുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ, മന്ന കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഡിപ്പെൻഡൻസിക്ക് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ദൈവം നോക്കുന്നത് അല്ലെ. അങ്ങനെയുള്ളവരാണ് എന്താണ് ആത്മാവിൽ ദരിദ്രനാണ്, അവർക്ക് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും, അവർക്ക് കിട്ടണം, കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മൾ എന്തെങ്കിലും വിചാരിക്കുവാണില്ല, ഞാൻ ആത്മാവിൽ റിച്ച് ആയി കഴിഞ്ഞു, ഞാൻ എല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല എനിക്ക് ആത്മാവിൽ ദാരിദ്ര്യമൊന്നുമില്ല, ഞാൻ എല്ലാം ശരിയായെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് നമ്മുടെ നാശം തുടങ്ങുമെന്ന് വിചാരിച്ചോണ്ടാൽ മതി. ആ പോയിന്റിൽ വെച്ച് നമ്മുടെ നാശം തുടങ്ങും. കാരണം എന്ന് വെച്ചാല്, ദൈവത്തെ നമ്മൾ സംതൃപ്തരായിട്ടുണ്ടെങ്കിൽ അല്ലെ, അത് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേ വരുന്നത്. നമുക്ക് ഭക്ഷണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ, ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ കുറച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ സമയത്ത് അതിനെ പറ്റിയില്ല പറഞ്ഞു, കുറച്ച് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവർ നോൺ സ്റ്റോപ്പ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ എന്നാലും കഴിക്കും, വിശന്നില്ലേലും കഴിക്കും അല്ലെ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യം. പക്ഷെ ഇങ്ങനെ ഇതല്ല പറയുന്നത്, ചെറിയ കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളായിരിക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം, ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മതിയായി കഴിയും, പിന്നെ അവര് വാ തുറപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മതിയായി, അവര് വയറ് നിറഞ്ഞു, പിന്നെ ആ ഒരു പ്രാവശ്യം അവർക്ക് ഭക്ഷണം വേണ്ട അല്ലെ. പിന്നെ എന്താ പറഞ്ഞ, അവര് പിന്നെ കുറച്ചു നേരത്തേക്ക് ഭക്ഷണത്തെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പൊ എന്ന് പറഞ്ഞാല് മതിയായി എന്നുള്ളൊരു തോന്നൽ, ദൈവത്തെ കിട്ടി, എനിക്ക് ഇനഫ് ആയിട്ട് കിട്ടി എന്നൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതോടുകൂടി നമ്മുടെ ജീവിതം എന്താ പറയാ, അവിടം തൊട്ട് നശിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സമയത്ത് നമുക്ക് ദൈവത്തിന്റെ പ്രസൻസ് മതിയായല്ല, എനിക്ക് ഇന്നഫായി, എന്റെ ആത്മാവിൽ ആവശ്യത്തിനുള്ളതായി, ഞാൻ റിച്ചായി വിചാരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് എന്താ പറയാ അകന്നു പോകാൻ അകന്നു പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. അകൽച്ച തുടങ്ങും. അങ്ങനെയാകുമ്പോ ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി പിശാച് എൻ്റർ ചെയ്യുക തന്നെ ചെയ്യും, ഓട്ടോമാറ്റിക്കലി പിശാച് നമ്മുടെ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയായിരിക്കുന്നത്. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ പറ്റി ഉദ്ദേശിക്കുന്നത് വെച്ചാലോ, പിതാവും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് അല്ലെ. അപ്പൊ ദൈവം ഇവിടെ ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർ എന്നൊക്കെ പറയുന്നത് അവര് ഭാഗ്യവാന്മാരെന്ന് പറയുന്നതും, പിന്നെ എന്താ പറയുക, ഇപ്പൊ നമ്മൾ 10 കൽപ്പനയൊക്കെ എടുത്തു നോക്കുമ്പോ, ഞാനില്ല വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് എന്ന് പറയുന്നതും, പിന്നെ ബൈബിൾ മൊത്തം എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വേറൊരു ദൈവം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 2 കാര്യങ്ങൾ. ഒന്നാമത് ഇതൊരു റിലേഷൻഷിപ്പാണ്, ഇതൊരു ബന്ധമാണ് അല്ലെ. ഒരു പിതാവും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധമാണ്. അപ്പൊ ഈ പിതാവിന് തന്റെ കുഞ്ഞുങ്ങൾ എന്നും കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവ്, തന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കപ്പോഴും തന്നെ നിന്ന് അകലത്തിലാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവ്. അപ്പൊ ആ ഒരു നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്താൽ അവരെത്ര വളർന്നെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും അവര് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളായിരിക്കുമല്ലോ മിക്കവാറും ആൾക്കാർ. അപ്പൊ അങ്ങനെ അതുപോലെയാണ് ഈ പിതാവിന്, തന്റെ കുഞ്ഞുങ്ങൾ എന്നും തന്റെ ഒപ്പം ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മള് ദൈവത്തിന്റെ ഒപ്പം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്തിപ്പെടാൻ പോകുന്ന പിശാചിന്റെ കയ്യിലാണ് അല്ലെ. തന്റെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകണമെന്ന് യേശു ഒരിക്കൽ പോലും ആഗ്രഹിക്കത്തില്ല അല്ലെ. നമ്മളെ നശിപ്പിക്കാൻ, മാനവരാശിയെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവനാണ് പിശാച്. നമ്മൾ യേശുവിന്റെ ഒപ്പമല്ല എങ്കിൽ, വേറെ നമ്മളൊരു ദൈവത്തെ നമ്മൾ നോക്കാൻ പോവുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് ചെന്നെത്തുന്നത് എതിരാളിയുടെ പാളയത്തിലായിരിക്കും. അപ്പൊ അങ്ങനെയാകരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്, ഒന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിന്റെ കാര്യം. കാരണം പ്രതിമ അത് പിശാചാണ്, ഇൻഡയറക്ട്ലി വർക്ക് ചെയ്യും അല്ലെ നമ്മുടെ ജീവിതത്തില്. നമ്മൾ ദൈവത്തിന്റെ ഒപ്പം, യേശുവിന്റെ ഒപ്പമാണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരത്ത് പോലുമില്ല, പിശാച് അടുത്തേക്ക് വരത്ത് പോലുമില്ല അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് ഈ എന്താ പറയാ,
ഈ ഭാഗ്യത്തെപ്പറ്റി ഒരു പ്രാവശ്യം ഭാഗ്യത്തിലെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ഒരു കാര്യം കൂടെ പറയുവാണെങ്കിൽ ആവർത്തന പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും 28ാമത്തെ വാക്ക് 28ാമത്തെ ചാപ്റ്റർ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അനുഗ്രഹിക്കപ്പെട്ടവരെ പറ്റി ദൈവം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. അവർ ദൈവത്തിന്റെ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ടുകൊണ്ട് യഹോവയുടെ വഴിയിൽ കൂടെ നടക്കൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. അവർ സകല ഭൂമിയിലുള്ള സകല ജാതിയേക്കാൾ സകല മനുഷ്യരെക്കാളും അവര് ഉയർന്നവരായിരിക്കും എന്ന് പറഞ്ഞിരിക്കും. പിന്നെ അവരുടെ ദൈവത്തിന്റെ കൽപ്പനകൾ കേട്ടുകൊണ്ട് അവർ അങ്ങനെ അനുസരിച്ചുകൊണ്ട് നടക്കുവാണെങ്കിലുള്ള കാര്യത്തെ പറ്റി പറയുന്നത്. 28ാം ആവർത്തന പുസ്തകത്തിന്റെ 28ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കുവാണെങ്കിൽ കാണാൻ പറ്റും. ഇങ്ങനെ വഞ്ചിക്കുക വയലിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നിന്റെ ഗർഭഫലം, അതായത് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, കൃഷിയും മൃഗങ്ങളും അല്ലെ, എന്താ പറയാ, മാവ് കുഴയ്ക്കുന്ന കൊട്ടയും തൊട്ടിയും എല്ലാം, കൊട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞേക്കും. നീ നിന്റെ സിറ്റിയിൽ അനുഗ്രഹപ്പെട്ടതായിരിക്കും, നിന്റെ കൺട്രിയിൽ അനുഗ്രഹപ്പെട്ടതായിരിക്കും, നിന്റെ പോകുന്നതും വരുന്നതും അനുഗ്രഹപ്പെട്ടതായിരിക്കും. നീ തലയാകും പാലാകത്തില്ല, അല്ല നിന്റെ എനിമികളെ ശത്രുക്കളെ ദൈവം യഹോവ തന്നെ ഓടിച്ചുകൊള്ളും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യത്തെപ്പറ്റി, ഫിസിക്കലായിട്ട് ഈ ലോകത്തിൽ കിട്ടാവുന്ന അനുഗ്രഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതായിരുന്നു ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കിട്ടിയിരുന്നതെങ്കിൽ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പം പുതിയ കവനന്റ് അല്ല, ന്യൂ ടെസ്റ്റ്മെന്റ് എന്നുള്ള പുതിയ കവനന്റ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ വെച്ച കവനന്റില് അപ്പൊ വഴി നമുക്ക് തന്നിരിക്കുന്ന കവനന്റില് അല്ലെ, ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞാല് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഈ ലോകത്തുള്ള കാര്യങ്ങളല്ല. നമുക്ക് അനുഗ്രഹം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതാണ് അല്ലെ. സകല സ്പിരിച്വൽ ബ്ലെസ്സിംഗ് കൊണ്ടും ആത്മീയമായിട്ടുള്ള ബ്ലെസ്സിംഗ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാണ് യേശു ക്രിസ്തു. എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 1ാമത്തെ ചാപ്റ്ററിലെ 3ാമത്തെ വാക്കിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അനുഗ്രഹങ്ങളാലും നമ്മൾ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള അനുഗ്രഹം മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ പട്ടിണിയായിരിക്കുമെന്ന് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. യേശു കൂടെ ഉണ്ടെങ്കിൽ അല്ലെ നമ്മൾ പട്ടിണി കിടക്കത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, നമ്മുടെ നാട്ടിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, നമ്മുടെ ജോലി അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, നമ്മുടെ പോകുന്നതും പുറത്തു പോകുന്നതും തിരിച്ച് ഈ അകത്ത് വരുന്നതും നമ്മളെ യാത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. യേശു കൂടെ ഉണ്ടെങ്കിൽ സകലതിലും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും നമ്മൾ അല്ലെ. അവനാൽ എല്ലാം ഉള്ളത്. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തിൽ 1ാമത്തെ ചാപ്റ്റർ 17ാമത്തെ വാക്കിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്, അവനിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത്, അവനാണ് എല്ലാത്തിനും എന്താ പറയുക ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അവനിലെല്ലാം കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ യേശുവിലായിരിക്കുന്നവൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും തന്നെ ചെയ്യും അല്ലെ. അപ്പൊ അവനായിരിക്കട്ടെ അനുഗ്രഹം, നമ്മളുടെ അനുഗ്രഹം. അപ്പൊ നമുക്കറിയാം 81ാമത്തെ സങ്കീർത്തനത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ വാ വിസ്താരമായി തുറക്കും അല്ലെ, ഞാൻ നിന്നെ ഫീഡ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കണം. ദൈവം നമ്മളോട് പറയുവാണ്, ഞാനാണ് നിന്നെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ദൈവം, നിനക്ക് വേറൊരു ദൈവവും ഉണ്ടാകാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ ഫീഡ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഫുഡ് കഴിക്കുന്ന കാര്യത്തെപ്പറ്റി മാത്രം, നമുക്ക് മെറ്റീരിയൽ ആയിട്ട് കിട്ടുന്ന, നമുക്ക് ലോകത്തിൽ കിട്ടുന്ന കാര്യത്തെപ്പറ്റി മാത്രമായിരിക്കും നമ്മുടെ വിചാരം. ഞാൻ നിന്നെ ഫീഡ് എന്ന് പറഞ്ഞു നിന്നെ ആത്മീയമായിട്ട് അല്ലെ, നിന്നെ ആത്മീയമായിട്ട് നിന്നെ പരിപോഷിപ്പിക്കും അല്ലെ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നോണ്ടിരിക്കും. നീ എൻ്റെ ഒപ്പമായിരിക്കും, നീ ആ മുന്തിരിവള്ളിന്റെ ശാഖയായിരിക്കും, മുന്തിരിയോട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന അല്ലെ, ആ വള്ളിയോട് അറ്റാച്ച്ഡ് ആയിരിക്കുന്ന ആ ശാഖയായിരിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യമായ സ്വർഗരാജ്യം അവർക്കുള്ളതെന്ന് പറഞ്ഞു. അതുപോലെ 10ാമത്തെ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഭാഗ്യമായ സ്വർഗരാജ്യം അവർക്കുള്ള. അപ്പൊ ഇവിടെയും പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യം കിട്ടുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞു, നീതിക്ക് വേണ്ടി ഉപദ്രവിക്കപ്പെടുന്നവർ അല്ലെ. ഓരോ നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെ എത്രമാത്രം എന്താ പറയുക പാസ്റ്റർമാരെയും കോൺഗ്രേഷൻ മെമ്പേഴ്സിനെയൊക്കെ തല്ലുകയൊക്കെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. അപ്പൊ അവര് നീതിക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ട് അവർ അനുഭവിക്കപ്പെടുക ചെയ്യുന്നത്. എന്താ പറഞ്ഞ പെർസിക്യൂഷൻ അനുഭവിക്കപ്പെടുക തന്നെ ചെയ്യുന്നല്ലേ. അപ്പൊ അങ്ങനെയുള്ളവര് അവർക്ക് സ്വർഗരാജ്യം ഉണ്ടെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആത്മാവിൽ ദരിദ്രരായവർക്ക് സ്വർഗരാജ്യമുണ്ട്, ഇവിടെ നീതിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർക്കും എന്താ പറഞ്ഞ നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർക്കും ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞ രണ്ട് വാക്കുകൾ കൂടെ കമ്പൈൻ ചെയ്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആത്മാവിൽ ദരിദ്രരായവർ ദൈവത്തിനെ കിട്ടുന്നതിന് വേണ്ടി ദൈവത്തിന്റെ ഒപ്പം അടുത്തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി
ഓട്ടോമാറ്റിക്കലി അവരുടെ ഉള്ളിൽ ആ ദൈവത്തിന്റെ ആ ഫയർ വന്ന് നിറഞ്ഞുമ്പോൾ ഇവര് പുറത്തു പോയി ഗോസ്പൽ ഷെയർ ചെയ്ത് പോകും അല്ലെ. ദൈവത്തിന്റെ ആ ഒരു തീ കൊണ്ട് നിറയുമ്പോൾ അല്ലെ, ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗോസ്പൽ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴാണ് നാട്ടുകാര് എന്താ പറയാ ദ്രോഹിക്കുന്നത്, മനുഷ്യരെ ദ്രോഹിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ അടുത്തിരിക്കുമ്പോ ദൈവത്തിന്റെ ആ തീയാണല്ലോ, സ്നേഹമാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ്. അതുകൊണ്ട് നമ്മള് എന്താ പറയാ ഉപദ്രവിക്കപ്പെടും, കുഴപ്പമില്ല, സ്വർഗത്തിന്റെ രാജ്യം നമുക്കുള്ളതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവർ എന്നുള്ള ഡെഫിനേഷൻ വേറെയാണ് അല്ലെ. അപ്പൊ എനിക്കിത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും അല്ലെ. എങ്ങനെയാ? ദൈവത്തിലായിരുന്നു കൊണ്ടല്ലേ, യേശുക്രിസ്തുവിലായിരുന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തില് ആത്മാവിന്റെ ഉള്ളിൽ ഒരു തീ പോലെ അല്ലെ, ഒരു വിശപ്പ് ദൈവത്തിനെ പറ്റിയുള്ള ഒരു ദാരിദ്ര്യം, എനിക്ക് വേണം, എന്റെ ദൈവത്തെ കൂടുതൽ വേണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോ ദൈവം തയ്യാറാണ്. നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറാണ് ദൈവം. അതാണ് ദൈവത്തിന്റെ ക്യാരക്ടർ. അതാ നമ്മൾ ചോദിക്കുന്നവർക്ക് തുറക്കപ്പെടും, മുട്ടുപിൻ തുറക്കപ്പെടും തന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മൾ ദൈവത്തെ അന്വേഷിപ്പിൻ കണ്ടെത്തുക തന്നെ ചെയ്യും, അതാണ് ദൈവത്തിന്റെ വാക്ക്. ദൈവത്തിന്റെ സ്വഭാവം അതാണ്. അന്വേഷിക്കുന്നതിന് മുമ്പിൽ അവൻ പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും, മുട്ടുന്നതിന് മുമ്പിൽ അവൻ തുറക്കുക തന്നെ ചെയ്യും. അത് അവന്റെ സ്വഭാവമാണ്, അതിനൊരു മാറ്റവുമില്ല. അപ്പൊ മുട്ടുവിൻ, മുട്ടണം അല്ലെ, നമ്മൾ അന്വേഷിക്കണം. നമ്മള് എന്താ പറയുക, ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരിക്കും നമ്മുടെ ആത്മാവിന്റെ ഉള്ളിൽ, നമുക്ക് ആവശ്യമുള്ളവരായിരിക്കും, നമ്മൾ വിശപ്പുള്ളവരായിരിക്കണം അവന് വേണ്ടി. അങ്ങനെയുള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഈ സമയത്ത് നന്ദി പറയുന്നത്. കർത്താവ് ഞങ്ങളുടെ ആത്മാവിൽ ദരിദ്രരായിരിക്കട്ടെ കർത്താവെ. അപ്പൊ അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ കൂടുതൽ വരുമല്ലോ കർത്താവ്, ലോഡ് പാതുകൾ അങ്ങേനെ കൊണ്ട് കർത്താവ് ഞങ്ങൾ നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ പ്രസൻസിലായിരിക്കട്ടെ ഞങ്ങളുടെ ജോയ് കർത്താവ്, ഞങ്ങളുടെ ആനന്ദം അങ്ങയുടെ പ്രസൻസിലായിരിക്കട്ടെ കർത്താവെ. യേശുവെ നന്ദി പിതാവ്, വർഷിപ്പ് യു മാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നു. കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്ന കർത്താവ് അവരുടെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ, ഫൈനാൻസിൽ കർത്താവെ, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ കർത്താവ്, ആരോഗ്യത്തിൽ കർത്താവെ, എല്ലാ ഏരിയയിലും കർത്താവ്, മാരേജിൽ കർത്താവെ, ഓ മാസ്റ്റർ, അവരുടെ ഫാമിലിയിൽ, അവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും കർത്താവ് വളരെയധികം അനുഗ്രഹമായിക്കട്ടെ കർത്താവെ. അവരെ ഫയർ കൊണ്ട്, അങ്ങയുടെ തീ കൊണ്ട്, സ്വർഗീയ തീ കൊണ്ട് കർത്താവ് നിറയ്ക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നാടുകളിൽ കർത്താവെ അവർ ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ മൗത്ത് പീസ് ആയിട്ട് എല്ലാവരെയും കർത്താവെ ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ്. വലിയൊരു റിവൈവൽ കർത്താവെ ഞങ്ങളുടെ ഉള്ളിൽ വരട്ടെ, ഞങ്ങളുടെ കുടുംബത്തിൽ വരട്ടെ കർത്താവ്, ഞങ്ങൾ ആയിരിക്കും നാട്ടിലാവട്ടെ കർത്താവെ. കർത്താവെ താങ്ക് യു സോ മച്ച്. കർത്താവ് ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഫൈനാൻസും എല്ലാ ഏരിയയും കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ കർത്താവ്. എവറി ഏരിയ കർത്താവ്, ഫുഡും അവരുടെ വാട്ടറും അവരുടെ ഓയിലും കർത്താവെ, എല്ലാ ഏരിയയും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ടിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.